വനിതാ ബില്ലും മണ്ഡല പുനർക്രമീകരണവും പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധവും ഈ വിഷയത്തിലാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വനിതാ ബില്ല് എന്നതിനപ്പുറത്തേക്ക് മണ്ഡല പുനർക്രമീകരണമാണ് BJP സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നതിന് അതിലൂടെ ഒളിച്ചു കടത്താൻ ഈ വനിതാ ബില്ല് എന്നൊരു കവറപ്പിൽ BJP സർക്കാർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്താണ്? വനിതാ ബില്ലെന്ന് പറയുന്നത് നോക്കൂ, കഴിഞ്ഞ വർഷം പാസ്സാക്കി കഴിഞ്ഞ ബില്ലാണ്. 2023 പാസ്സാക്കി കഴിഞ്ഞ ബില്ലാണ്. എന്നുവെച്ചാൽ 33% സീറ്റുകൾ പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലീസിലും വനിതകൾക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അന്ന് ആ ബില്ല് പാസ്സാക്കുമ്പോൾ തന്നെ അതിൽ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നടപ്പിലാക്കുക? ഈ ഡീലിമിറ്റേഷൻ വരും. ആ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് മണ്ഡലങ്ങൾ കൂടും. ആ സമയത്താണ് എന്ത് ചെയ്യാം, ഈ പറയുന്ന 33% നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ദീർഘമായിട്ടുള്ളൊരു ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി ഇതിനകത്തുണ്ട്. നമ്മൾ കാണാം. 1976 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലം ഓർക്കണം. അന്നാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ആ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ മണ്ഡലങ്ങളുടെ പുനർനിർണയം ഫ്രീസ് ചെയ്യുന്നത്. അത് മാറ്റാൻ പറ്റില്ല. സ്റ്റേറ്റ് അസംബ്ലീസിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും മണ്ഡലങ്ങളുടെ എണ്ണം മാറ്റാൻ പറ്റില്ല അൻറ്റിൽ 2001 വരെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? 1971 സെൻസസ് അടിസ്ഥാനത്തിലുള്ള മണ്ഡലങ്ങളാണ് വേണ്ടത്. അത് 2001 വരെ അത് തൊടാൻ പറ്റില്ല. നിങ്ങൾക്ക് മണ്ഡല പുനഃക്രമീകരണം വിത്തിൻ സ്റ്റേറ്റ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റാമായിരിക്കും, പക്ഷേ ടോട്ടൽ നമ്പറിൽ മാറ്റാൻ പറ്റില്ല. 76 42ാം ഭരണഘടനാ ഭേദഗതി. 2001 84ാം ഭരണഘടനാ ഭേദഗതി വരുന്നു. അന്ന് കാരണം എന്താണ്, 1976 ഭേദഗതി പ്രകാരം 2001 അതിൻ്റെ ടൈം അവസാനിക്കുന്നത്, പരിധി അവസാനിക്കുന്നത്. അവരകൻ 2026 വരെ നീട്ടി. അന്ന് അടൽ ബിഹാരി വാജ്പേയിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹമാണ് അരുൺ ജെയ്റ്റ്ലിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൽ. അതിൻ്റെ കാരണം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കണം. 84ാം ഭരണഘടനാ ഭേദഗതി 2026 നീട്ടിവെക്കുന്ന ആ ഭരണഘടനാ ഭേദഗതി വരാൻ കാരണം അന്ന് വിതിൻ വാജ്പേയി ഗവൺമെൻറ്, അദ്ദേഹത്തിന് വാജ്പേയിക്ക് BJPക്ക് സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത കാലമാണ്. അത് പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഘടകകക്ഷികൾ പറഞ്ഞു. എന്താ കാരണം? ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇംബാലൻസ് വരും. പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അവർക്ക് പാർലമെൻറ്റിൽ അവരുടെ സാന്നിധ്യം കുറയും. അതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ്. പക്ഷേ അതേസമയം ഭരണഘടനാ പ്രകാരം എന്ത് ചെയ്യണം? 2001 നടപ്പിലാക്കുകയും വേണം. എഗൻ ഒരു ഭരണഘടനാ ഭേദഗതി, അതാണ് 86ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. 2026 അത് നീട്ടുന്നു. ഓക്കെ. അപ്പോൾ അതിൽ 2026 ഇതിലേക്ക് നീട്ടുന്ന ആ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞു ലാസ്റ്റ് നോട്ടിഫൈഡ് സെൻസസ് അനുസരിച്ചായിരിക്കും 2026 ഡീലിമിറ്റേഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സമയമാണിത്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വെക്കുന്നത് ആരാണ്? സ്റ്റാലിൻ ഇന്നലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിൽ ഉള്ള ആളുകൾ നേരത്തെ തന്നെ അവർ സംസാരിക്കുന്നു. എന്താ പ്രശ്നം? ഈ ഭരണഘടനാ ഭേദഗതി വന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം വ്യാപകമായിട്ട് കൂടും. ചെറിയ ഉദാഹരണം പറയാം. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 80 സീറ്റുകളാണുള്ളത്. അത് 145 സീറ്റുകളായി മാറും. ഏതാണ്ട് ഇരട്ടി സീറ്റുകളായി മാറും. വേറസ് തമിഴ്നാട്ടിൽ 39 എത്രയാവുന്നത്? 49 ആവുന്നുള്ളൂ. ഇൻ കേരള 20 എന്നുള്ളത് 20 ആയിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടിയേക്കാം. അതെ. ഇപ്പോൾ ഈ അതിലിപ്പോൾ എഗൻ സംശയം വന്നിട്ട് ഇപ്പം 131ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ള നിലക്കാണ് ഇത് പാർലമെൻറ്റിൽ വരുന്നത്. 131ാം ഭരണം. അപ്പോൾ അതിൽ 2011 സെൻസസാണ് റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം നമുക്ക് 2021 സെൻസസ് നടന്നിട്ടില്ല, പക്ഷെ നടക്കാൻ പോവുകയാണല്ലോ. അത് വെക്കാമല്ലോ. പക്ഷെ ടെക്നിക്കലി അത് ശരിയായിരിക്കും, കാരണം ലാസ്റ്റ് നോട്ടിഫൈഡ് സെൻസസ് എന്നാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് 2011 സെൻസസ് വെച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 80 നിന്ന് ഉത്തർപ്രദേശിൽ 145 മാറുന്നു. തമിഴ്നാട്ടിൽ 49 മാത്രമേ മാറുന്നു. കേരളത്തിൽ 20 ആയിട്ടോ അല്ലെ 21 നിൽക്കുന്നു. അതിലൂടെ സംഭവിക്കുന്ന എന്താണ്? ഈ തെക്കൻ സദേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള പ്രാതിനിധ്യം വലിയ തോതിൽ കുറയുകയും നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രാതിനിധ്യം വളരെയധികം കൂടുകയും ചെയ്യും. വളരെയധികം കൂടുന്നു. അതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള ഘടനയിൽ തന്നെ ഒരു 38% ഈ ഹിന്ദി സ്റ്റേറ്റ്സിൻ്റെ പാർലമെൻറ്റിൽ അവരുടെ സീറ്റുകൾ വെച്ച് നോക്കിയാൽ പാർലമെൻറ്റിൽ അവരുടെ സാന്നിധ്യം 38%. അത് ഒരു 45-46% മാറും. 24% സദേൺ സ്റ്റേറ്റിൻ്റെത്. അത് 20% കുറയും.
എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായുള്ള റീജിയണൽ ഇംബാലൻസ് നമ്മുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ വരാൻ പോവുകയാണ്. നോർത്തേൺ സ്റ്റേറ്റിന് അധികമായിട്ടുള്ള ഈ ഷെയർ കിട്ടാൻ പോവുകയാണ്. അത് അനുവദിക്കില്ല എന്നാണ് ആര് പറയുന്നത്? സ്റ്റാലിൻ പറയുന്നത്. ഇത് ആദ്യമായിട്ടുള്ള കേട്ടോ, സ്റ്റാലിൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സദേൺ സ്റ്റേറ്റിന് ആ വാദം നേരത്തെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പോർഷൻ ഞങ്ങളുടെ ഇത് കുറയുന്നത്, പ്രാതിനിധ്യം കുറയുന്നത്? ഞങ്ങൾ ദേശീയ തലത്തിൽ ഇതുവരെയുള്ള ദേശീയ ഗവൺമെൻറ്റുകളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള കുടുംബാസൂത്രണ നയങ്ങൾ, ഫാമിലി പ്ലാനിങ്, അത് ഞങ്ങൾ ശരിയാം വിധം നടപ്പിലാക്കി. എന്ന് വെച്ചാൽ ഒരു നാഷണൽ പോളിസി ശരിയാം വിധം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഞങ്ങൾ പണിഷ് ചെയ്യപ്പെടുകയാണ്. അത് പറ്റില്ല. നിങ്ങൾ അവിടെ നാഷണൽ പോളിസി നിങ്ങളെല്ലാം നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള നാഷണൽ പോളിസി നിങ്ങൾ നടപ്പിലാക്കിയില്ല. നിങ്ങൾ അവിടെ ജനസംഖ്യ കൂടുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ നാഷണൽ പോളിസി നടപ്പിലാക്കാത്തതിന് ഇൻസെൻറ്റീവ് എടുക്കുകയും നാഷണൽ പോളിസി നടപ്പിലാക്കിയ ഞങ്ങൾ പണിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റാലിൻ്റെ ലോജിക്ക്. അതുകൊണ്ട് ഇത് നടക്കില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ ശ്രദ്ധിക്കണം. 1960 ഓർമ്മ വേണം കേട്ടോ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ 60 ഓർമ്മയുണ്ടോ? 60 രാജ്യത്തെ തന്നെ പിടിച്ചുലച്ച ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത് തമിഴ്നാട്ടിൽ. ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം, അതിൻ്റെ തുടർച്ചയിലാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത്. കാരണം ഇതൊരർത്ഥത്തിൽ ഒരു സെഷനിസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു വിഘടനവാദ അണ്ണാദുരൈയൊക്കെ ദ്രാവിഡ നാട് എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇവന്മാരുടെ കൂടെ നിന്നാൽ നമ്മുടെ കാര്യം ശരിയാവത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റേറ്റ് ആവണം എന്ന അണ്ണാദുരൈ ദ്രാവിഡ നാട് ഉന്നയിക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, UAPA എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ, 1967 അത് പാസ്സാക്കപ്പെടുന്നത്. അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്നറിയോ? അത് ഈ തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ മൂവ്മെൻറ്റിനെ അതിനെ കട്ടയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി UAPA ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം മാരകവും രൂക്ഷവുമായിരുന്നു 60 പ്രക്ഷോഭം, ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആർക്കും ഓർക്കാവുന്ന കാര്യമാണ്. അതാണ് സ്റ്റാലിൻ 60 ഓർക്കണം കേട്ടോ എന്ന് പറയുന്നു. ഞങ്ങൾ സ്തംഭിപ്പിക്കും, ഞങ്ങളാകെ സ്തംഭിപ്പിക്കും. ഇത് മുന്നറിയിപ്പല്ല, ഇത് ഭീഷണിയല്ല, പക്ഷേ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ, ഇന്ത്യൻ ഫെഡറലിസത്തെ, തമിഴ് പൊളിറ്റിക്സിനെ, ദ്രാവിഡ പൊളിറ്റിക്സിനെ എല്ലാറ്റിനെയും നിർണയിച്ച ഏറ്റവും നിർണായകമായൊരു ചരിത്രഘട്ടമാണ്. ഇന്ത്യൻ നാഷണൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ് എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഇത് അവസാനത്തെ ആണിയാണ്, ഞങ്ങൾക്ക് മേലടിക്കുന്ന അവസാനത്തെ ആണിയാണ്. അതുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പൊസിഷൻ. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. കാരണം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ആ ഒരു ഇംബാലൻസ് വരികയാണ് എന്ന ഫീൽ തമിഴ്നാട്ടിൽ മാത്രമല്ല സദേൺ സ്റ്റേറ്റ്സിൽ എല്ലാവിടെയും ഉണ്ടാകും. അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കും എന്നുള്ളത് വളരെ ഗുരുതരമായുള്ള, വളരെ സങ്കീർണമായുള്ള പ്രശ്നം. അതേസമയം ഈ 131 ഭേദഗതിയുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. ആ പ്രിൻസിപ്പിൾ വളരെ പ്രധാനമാണ്. എന്താണത്? ലോക്സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, ഹൗസ് ഓഫ് ദ പീപ്പിളാണ്. അപ്പം ലോക്സഭയിൽ വരുന്ന പ്രതിനിധികൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ജനങ്ങളെയാണ്. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ, ഇപ്പോഴത്തെ ഒരു സെനാറിയോ ഞാൻ പറയാം. വയനാട്, പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് 14 ലക്ഷമാണ് അവിടുത്തെ വോട്ടർമാരെന്ന് പറയുന്നത്. നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന വാരാണസിയിൽ എത്രയാണെന്നറിയോ? 19,97,000. 20 ലക്ഷം നമുക്ക് പറയാം. ഇതിപ്പോൾ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആവറേജ് 14.9 ലക്ഷമൊക്കെയാണ് ആവറേജാണ് വന്നത്. കോട്ടയത്തും 12 ആയിരിക്കും, മലപ്പുറത്തായിരിക്കുമ്പോൾ അതിനൊക്കെ കൂടുതലായിരിക്കും. കേരളത്തിൽ ആവറേജ് 14.5 എന്ന് നമുക്ക് വെക്കാം. 14 ലക്ഷമാണ് ഒരു ആവറേജ്. പക്ഷെ ഉത്തർപ്രദേശിലേക്ക് പോയാൽ അത് 19 ലക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു MP 19 ലക്ഷം മനുഷ്യരെ പ്രതിനിധീകരിക്കുമ്പോൾ ഇവിടെ ഒരു MP 14 ലക്ഷം ആളുകളെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് അതിൽ അനീതിയുണ്ട് എന്നുള്ളതാണ് ഈ 131 ഭേദഗതിയുടെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊരു വാലിഡായൊരു പ്രിൻസിപ്പിളാണ്. നമ്മളെങ്ങനെ ഇതിനെ മറികടക്കും എന്നൊരു വളരെ സങ്കീർണമായൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ബ്ലാറ്റൻ്റായിട്ട് ഇങ്ങനെ ഈ ഡിലിമിറ്റേഷൻ പ്രോസസ്സായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻ്റഗ്രിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്സ് കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വനിതാ സംവരണം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുഖം എന്താണ്? വനിതാ സംവരണമാണ് എന്നൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിൽ വനിതാ സംവരണം അവർ ബില്ല് കൊണ്ടുവന്നത് ശരിയാണ്. പക്ഷേ ഇത് വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഡീലിമിറ്റേഷനാണ്. പവർ അവിടെ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. വനിതാ സംവരണത്തിനകത്ത് തന്നെ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വനിതാ സംവരണം എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ
ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയ നേതൃത്വം എടുത്തിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു അതിൽ കടുത്ത നിലപാടെടുത്തത്. കാൻഷിറാം അതിൻ്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ 33% സംവരണം വനിതകൾക്ക് കൊണ്ടുവരുമ്പോൾ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത് ലാലു പ്രസാദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സവർണ സമുദായത്തിൽപ്പെട്ട സൊസൈറ്റി ലേഡികൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യപ്പെടുകയാണ്. ഞങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന്, ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഈ പറയുന്ന സൊസൈറ്റി ലേഡീസിനോട്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മുടിവെട്ടിയ പെണ്ണുങ്ങൾ എന്ന വാക്കാണ് അദ്ദേഹം അന്ന് ഉപയോഗിച്ചത്, അവരോട് മത്സരിച്ച് ജയിച്ച് കയറിപ്പോരാൻ പറ്റുന്ന സ്ത്രീകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 33% സംവരണത്തിനകത്ത് ഉപസംവരണം വേണം. ഈ OBC, ദളിത്, SC/ST ഉപസംവരണം വേണം എന്ന പൊസിഷൻ കാൻഷിറാം എടുത്തിരുന്നു, ലാലു പ്രസാദ് എടുത്തിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ മൃതദേഹത്തിൽ തട്ടി മാത്രമേ നിലവിലുള്ള അവസ്ഥയിൽ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റുമെന്ന് അന്തകാലത്ത് പ്രസംഗിച്ച ആളാണ് ലാലു പ്രസാദ് യാദവ്. അപ്പോൾ അത് വളരെ പ്രധാനം. ഇന്ത്യയിൽ OBC പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചാൽ വളരെ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇത് വനിതാ സംവരണത്തെ എതിർക്കുകയാണ്, ഇവന്മാരെല്ലാം വനിതകൾക്കെതിരാണ്, പുരോഗമനത്തിനെതിരാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിക്കും. ആ നിലക്കുള്ളൊരു സർജിക്കൽ ഓപ്പറേഷൻ എന്നുള്ള നിലക്കാണ് മോഡി ഇതിനെ കാണുമെന്ന് തോന്നുന്നു. പക്ഷേ അതിനെയാണ് സ്റ്റാലിൻ പൊട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് നടത്താൻ പോകുന്നത് ഒരു ദേശീയ ദുരന്തമായി മാറുകയാണെന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ്. 131 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ഭേദഗതിയല്ല, രാഷ്ട്രത്തിൻ്റെ ഭാഗധേയത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കാനിടയുള്ള ഒരു കാര്യമാണ്. പ്രതിപക്ഷം എതിർക്കുന്നത് വനിതകളെയാണ്, വനിതാ സംവരണത്തെയാണ് എന്ന ഒരു ക്യാൻവാസിങ് ജനങ്ങൾക്കിടയിൽ ഫലപ്രദമായി ലഭിക്കുമോ? BJPക്ക് അതിനൊരു ആനുകൂല്യം കിട്ടുമോ? കാരണം ഒറ്റകക്ഷിയായി ഭരണത്തിലേറുക, പിന്നീട് ഒരു തരത്തിലും സർക്കാർ താഴെ ഇറങ്ങാത്ത രീതിയിൽ മുന്നോട്ട് ഭരണം BJP-ആയി കൊണ്ടുപോകുക എന്നുള്ളൊരു തന്ത്രപ്രധാന ലക്ഷ്യമല്ലേ കേന്ദ്ര സർക്കാർ ഇതിലൂടെ വെക്കുന്നത് മുന്നോട്ട്? ഈ വനിതാ സംവരണം അങ്ങനെ വലിയ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ വലിയ വോട്ട് കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വനിതകളുടെ കാര്യത്തിൽ അങ്ങനെ വലിയ ഒരു 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 പ്രോ വിമൻ രാജ്യമൊന്നുമല്ല ഇന്ത്യ. അതുകൊണ്ട് അത് നടക്കാൻ പോകുന്നില്ല. ഒരു തൊലിപ്പുറത്തുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. പക്ഷേ കണക്കുകൾ വളരെ ഒബ്വിയസ് അല്ലേ. ഈ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖംമൂടിയൊക്കെ വെച്ച് വന്നാലും ഇപ്പോൾ 2ാം ദിവസം ആകുമ്പോഴേക്ക് ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു പുറംപൂച്ചിന് യാതൊരു പ്രസക്തിയില്ല. രാജ്യത്ത് അറിയേണ്ടവർക്കെല്ലാം അറിയാം. വളരെ കൃത്യമായി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രാതിനിധ്യം കിട്ടും, സൗത്ത് ഇന്ത്യക്ക് കിട്ടില്ല. അതും ഇപ്പം ദാവൂദ് പറഞ്ഞാൽ അതും വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ 543 സീറ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് 20, 850 ആകുമ്പോൾ നമുക്ക് 20 അല്ലെങ്കിൽ 23 വരെ പരമാവധി വരുള്ളൂ, മാക്സിമം. അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ വളരെ വ്യക്തമാണ്. ഈ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കോളൂ. 543-ൽ 20 ആണെങ്കിൽ 850 ആകുമ്പോൾ അത് 32 ആവണം. ഇതേ പ്രപ്പോർഷൻ നിൽക്കണമെങ്കിൽ അവിടെയാണ് 22 കിട്ടുന്നത്. അതായത് 32 അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. കേരളത്തിന് 20 ഉള്ളിടത്ത് 22 കിട്ടുന്നുള്ളതല്ല, 32 കിട്ടേണ്ടടുത്ത് നമുക്ക് 22 കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, വളരെ കൃത്യമാണ്. ഇത് വായിച്ചാൽ മനസ്സിലാവും. നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം. തമിഴ്നാടിന് 11 സീറ്റ് നഷ്ടപ്പെടും, കേരളത്തിന് 8 മുതൽ 10 വരെ നഷ്ടപ്പെടും, ആന്ധ്രാപ്രദേശിന് 5 പോകും, ഒഡീസയ്ക്ക് 4 പോകും, തെലങ്കാനയ്ക്ക് 3 പോകും, വെസ്റ്റ് ബംഗാളിന് 3 പോകും, കർണാടകത്തിന് 2 പോകും, പഞ്ചാബിന് 1 പോകും. ഇതാണ് നഷ്ടങ്ങളുടെ കണക്ക്. ഇനി ലാഭങ്ങളുടെയോ? ഉത്തർപ്രദേശ് 13 എക്സ്ട്രാ കിട്ടും, ബീഹാർ 9, രാജസ്ഥാൻ 8, മധ്യപ്രദേശ് 5, ഡൽഹി 5, മഹാരാഷ്ട്ര 3, ജാർഖണ്ഡ്, ഹരിയാന, ഗുജറാത്ത്, ആസാം ഓരോന്ന് വീതം. ഇത് വളരെ വ്യക്തമാണ്, ഡിവൈഡ് വളരെ കൃത്യമാണ്. ഈ കണക്ക് അങ്ങോട്ട് വെച്ചാൽ മതി. ഇതാണ് ഇതിനകത്തെ സിറ്റുവേഷൻ. എനിക്ക് പക്ഷേ ഇതിനകത്ത് വളരെ കൗതുകമായി തോന്നിയൊരു കാര്യം, എന്തിനാണ് ഈ തിരക്ക് പിടിച്ച് ഇലക്ഷന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം എടുത്തു വെച്ചത്? ഇതിന് 3/2 ഭൂരിപക്ഷം വേണം, ഭരണഘടനാ ഭേദഗതിയാണ്. എവിടെ? പാർലമെൻറ്റിൽ ഇരുസഭകളിലുമുള്ള പ്രസൻ്റ് ആയിട്ടുള്ള അംഗങ്ങളുടെ. പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ്? തമിഴ്നാട്, കേരളം, അതുപോലെ ഈ ഇലക്ഷൻ നിൽക്കുന്ന മുഴുവൻ MP-മാരും അടിയന്തരമായി ഇലക്ഷൻ നിർത്തിവെച്ചിട്ട്, ക്യാമ്പയിൻ നിർത്തിവെച്ചിട്ട് ഡൽഹി പോകണം. ഇത് പാസ്സാവാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും ഇത് അവതരിപ്പിച്ചിട്ട് ഇത് വളരെ ടാക്റ്റിക്കലായിട്ട് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടും. അപ്പോൾ ക്യാമ്പയിൻ വിട്ടിട്ട് ഓടി വന്ന MP-മാരായി എളിഭ്യരായി. ഇതാണ് പണി. ഇനിയുമാർ വന്നില്ലെങ്കിലോ ഇത് പാസ്സാവും. നോക്കൂ, ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ FCR ബില്ല് കൊണ്ടിരുന്നു, ഭയങ്കര വലിയ ക്യാമ്പയിനാകുന്നു, ഭയങ്കര ബഹളം, നെഞ്ചത്തടി, ബിഷപ്പ്മാരൊക്കെ കരച്ചിൽ.
ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയും ഇന്ന് ഇത് പാർലമെൻറ്റിൽ വെക്കുന്നില്ല. എന്ന് വെക്കും? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വെക്കും. അത് മാറ്റി ആര് ചോദിക്കാനാ? നോക്കൂ സ്ട്രാറ്റജി. അതിൽ സഭകൾ വഴങ്ങിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 10 സീറ്റ് വിലപേശം വാങ്ങിച്ചൂടെ? തമിഴ്നാട്ടിലെ ഏതെങ്കിലും മൈനോറിറ്റി മേഖലയിൽ ചെയ്തുകൂടെ? ഇതാണ് BJPയുടെ എല്ലാ കാലത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അധമമായ തന്ത്രം. ആ തന്ത്രമാണ് ഇപ്പം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല വിഷയം. 2026 ശേഷം തുടങ്ങാൻ പോകുന്ന സെൻസസിനകത്ത് വേറൊരു കാര്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. 2011 നമുക്ക് സെൻസസ് ഉള്ളപ്പോൾ ജാതിയുടെ കണക്കെടുത്തിരുന്നു, പക്ഷെ പുറത്തു വിട്ടിരുന്നില്ല. ഇത്തവണ നടക്കില്ല കാര്യം. വളരെ ശക്തമായ നിലപാടുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങേണ്ടി വരും. ജാതിയുടെ കണക്ക് പുറത്ത് വിടേണ്ടി വരും. കേരളത്തിലെ OBC എത്ര, അതിൽ ഓരോ വിഭാഗം എത്ര, സവർണരെത്ര, ദളിതരെത്ര, ഇത് മുഴുവൻ പുറത്ത് പറയേണ്ടി വരും. അത് പുറത്തു വന്നാൽ അതനുസരിച്ച് ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും OBC സീറ്റ് സംവരണത്തിൻ്റെ കാര്യത്തിലും പുനരാലോചന വേണ്ടി വരും. അങ്ങനെ OBC അല്ല SC/ST സീറ്റ്സിനായാലും പുനർനിർണ്ണയം വേണ്ടി വരും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ദാവൂദ് പറഞ്ഞ പോലെ, അപ്പോൾ സ്ത്രീകളുടെ സീറ്റിൻ്റെ കാര്യത്തിലോ അപ്പോൾ ദളിതരായ സ്ത്രീകൾക്ക് എത്ര പ്രാതിനിധ്യം വരും? അപ്പോൾ അതായത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയും മറ്റും ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം SC/ST സംവരണത്തെക്കുറിച്ച് മാത്രമല്ല OBC സംവരണത്തെക്കുറിച്ച് വളരെ പുതിയ ചർച്ച തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസസ് പുറത്ത് വന്നാൽ OBC സീറ്റുകൾ, OBCക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവരണം, അങ്ങനെ ജാതിയെക്കുറിച്ചുള്ള ഒരുപാട് വലിയ ഡിമാൻഡുകൾ വരാൻ പോകുന്ന സെൻസസ് പുറത്ത് വന്നാൽ ഒരു വലിയ പണ്ടോര ബോക്സാണ് തുറക്കുന്നത്. BJPയുടെ കൈ നിൽക്കില്ല. അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് 2011 സെൻസസ് വെച്ച് 2026 ഈ പരിപാടി തുടങ്ങിയിടാൻ പോകുന്നത്. ഇനി ഒരു കാര്യവും കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 2009 കേന്ദ്ര സർക്കാർ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു പദ്ധതി കൂടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനാണ് അടുത്ത ഭരണഘടനാ ഭേദഗതി വരാൻ പോകുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇടയ്ക്ക് സർക്കാർ വീണാലും അതൊന്നുമില്ല. എപ്പോഴാണോ 5 വർഷമാകുന്നത് അപ്പോൾ ഒരു ഇലക്ഷൻ നടന്നിരിക്കണം. അതിന് ഇടക്കാലത്തുള്ള തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ പിന്നീടുള്ള കാലത്തേക്ക് മാത്രമേ ആ സർക്കാരുകൾ നിലനിൽക്കാനാവുകയുള്ളൂ. ഈ ഒരു പ്ലാനും കൂടെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2029 ആകുമ്പോഴേക്കും ഒരു കാലത്തും RSSൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യ വിട്ടുപോകാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു 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 മാജിക് പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഈ ഓട്ടം മുഴുവൻ. അതിൻ്റെ പ്രിസംഷൻ എന്താ? ഇന്ത്യ വ്യാപകമായി വൺ നേഷൻ വൺ ഇലക്ഷൻ വരുമ്പോൾ മോദിയോട് എതിരിടാൻ ആരുമില്ല എന്നാണ് മോദി ഇപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ കുറേ അസംഷൻസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഈ സീറ്റുകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും, അപ്പോൾ നമുക്ക് ഇന്ത്യ സുഖമായി ഭരിക്കാം. അത് വേറൊരു അസംഷൻ. ഇങ്ങനെയൊക്കെയുള്ള പല അസംഷൻ്റെ പുറത്താണ്. പക്ഷേ കേരളത്തിൽ ഈ തദ്ദേശ സീറ്റുകൾ വെട്ടിയപ്പോൾ ഇടതുപക്ഷത്തിന് പറ്റിയ ഒരു പറ്റുണ്ട്. ന്യൂനപക്ഷ വോട്ടിംഗ് സീറ്റുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വലിയ വാർഡ്, 12,000 വോട്ടുള്ള ഒരു വലിയ വാർഡ്, ബാക്കിയുള്ള ലെഫ്റ്റിന് കിട്ടാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകളുള്ളത് കൊച്ചു സ്ഥലങ്ങൾ, ഇപ്പോൾ കൂടുതൽ 4,000-5,000 ഉള്ളത് വയ്ക്കുക. പക്ഷേ എന്ത് പറ്റി? BJP കയറി ആ സ്ഥലങ്ങളിലൊക്കെ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ തദ്ദേശത്തിൽ കണ്ടത്. അപ്പോൾ കാൽപ്പാന്തകാലം ഈ സീറ്റുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ പാല 2008 പാല കേരളം വെട്ടുമ്പോൾ, പാല നിയോജക മണ്ഡലത്തിൽ വെട്ടുമ്പോൾ ഒരു കാരണവശാലും കേരള കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയം വരരുതെന്ന് വിചാരിച്ച് വേറെ ഇതിലൊക്കെ വെട്ടിയതാണ്. അവസാനം മാണിപ്പുറത്ത് വരികയും ചെയ്തു. ഒരു കാലത്ത് അവർക്ക് ജയിക്കാൻ പറ്റാത്ത സീറ്റായി പാലം മാറുകയും ചെയ്തു. CPM വെട്ടി, അതന് CPM വെട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ് അതിനകത്ത് വളരെ സജീവമായി ഇടപെട്ടത്. പല മണ്ഡലങ്ങളും അവർക്ക് അനുകൂലമായി നിയമസഭാ സീറ്റുകൾ വെട്ടി. 57 മണ്ഡലങ്ങൾ ബൈ ഡിഫോൾട്ട് CPM അനുകൂലം. അതെ, അങ്ങനെയാണ്. ഈ സ്ഥലങ്ങളെല്ലാം CPMന് പാരയാകാൻ പോവുകയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഓൺസ്ലോട്ട് OBC വോട്ടുകൾ, ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുമ്പോൾ ഇത് മുഴുവൻ അങ്ങനെ തന്നെ വേറൊരു പാർട്ടിക്ക് BJPക്ക് മറിയാനുള്ള സാഹചര്യമൊക്കെ കേരളത്തിൽ കാണാൻ പോവുകയാണ്. നമ്മൾ കണ്ടു എന്നല്ല, പക്ഷേ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ പോയാൽ നമുക്ക് ഈ പ്രശ്നമുണ്ട്, ചാത്തന്നൂർ ഈ പ്രശ്നമുണ്ട്, കാട്ടാക്കട ഈ പ്രശ്നമുണ്ട്, തിരുവനന്തപുരം തന്നെ ഞാൻ പറയാം. ഇത്രയും സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഇതിങ്ങനെ വെട്ടിവെച്ച സീറ്റുകൾ കൂടിയാണ്. അപ്പോൾ BJPയുടെ പ്ലാൻ, ലോങ് ടേം പ്ലാൻ അവസാനം അവർക്ക് പാരയാവോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ വൺ നേഷൻ വൺ ഇലക്ഷൻ 2009 കൊണ്ടുവരും. ഈ പുതിയ ഡീലിമിറ്റേഷനിൽ 850 സീറ്റുള്ള ഒരു പുതിയ പാർലമെൻറ്റിൽ നോർത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലൂടെ നോർത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല എന്ന ഒരു പരിപാടി ഇവിടെ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ RSSന് 100 വർഷമായി മനസ്സിൽ കാത്തു വച്ചിരിക്കുന്ന അവരുടെ ആ പരിപൂർണമായ സ്വപ്നമുണ്ടല്ലോ, ഹിന്ദുത്വ രാജ്യ എന്ന് പറയുന്നതിലെ ഒരു നാണവും മറയുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് പറ്റും. ഇതാണ് പദ്ധതി.